ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഞാൻ ഏറ്റെടുത്ത ഒന്നും വഴിയിൽ ഉപേക്ഷിക്കാൻ പോകുന്നില്ല. അച്ഛനും കുടുംബത്തിനും നഷ്ടപ്പെട്ടതെല്ലാം ഞാൻ തിരിച്ചു പിടിച്ചു തരും. അതെന്റെ ഉത്തരവാദിത്വം. പക്ഷേ എന്റെ ജീവിതം അതെന്റേത് മാത്രം. കണ്ടില്ലേ സച്ചേട്ടാ, അർച്ചനയുടെ മുഖത്തെ സന്തോഷം. മിടുക്കൻ. പിണക്കം മാറ്റാൻ എന്ത് മരുന്ന് അർച്ചനടുത്തേക്ക് കൊടുത്തത്? അച്ഛാ, എനിക്ക് അച്ഛനോടൊരു കാര്യം പറയാനുണ്ട്. മോളൊന്നും പറയണ്ട, അച്ഛനെല്ലാം മനസ്സിലായി. ഭാര്യയും ഭർത്താവും ആവുമ്പോ ഇതുപോലെ ചില വഴക്കുകളൊക്കെ ഉണ്ടാവും. അത് സാധാരണയാ. ചിലത് ചില പൊട്ടലും ചീറ്റലും ഒക്കെ ആയിട്ട് അങ്ങ് തീരും. മറ്റു ചിലത് കുറച്ച് വലിയ ഒച്ചപ്പാടും ബഹളവും ഉണ്ടാക്കും. എന്നാലും എല്ലാം സ്വയം പരിഹരിക്കപ്പെടും. അതാണ് കുടുംബ ബന്ധത്തിന്റെ ഒരു മാജിക്ക്. ആ മാജിക് ഇപ്പോ ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുക. പറ്റുമെങ്കിൽ നിങ്ങൾ രണ്ടുപേരും കൂടി ഒരു യാത്ര പോണം. മനസ്സിന്റെ പിരിമുറുക്കം കുറയാൻ അത് നല്ലതാ. ഒരു യാത്ര പോകുന്നതിനെ കുറിച്ച് തന്നെയാ ഞാനും ആലോചിക്കുന്നത്. ആ, അത് നന്നായി. അത് പക്ഷേ ഞങ്ങൾ ഒന്നിച്ചല്ല, ഞാൻ ഒറ്റയ്ക്കാ. ഒറ്റയ്ക്കോ? മോൾ എന്തായി പറയുന്നത്? അതെ അച്ഛാ, ഒരുമിച്ചുള്ള ഞങ്ങളുടെ ജീവിതം ഇന്നലെ അവസാനിച്ചു. നീ എന്താ തമാശ പറയാണോ? അല്ല സന്ധ്യേച്ചി, അച്ഛനിപ്പോ ഈ വീട്ടിലൊരു മൂത്ത മരുമകളുണ്ട്. ഡോക്ടറായതുകൊണ്ട് അച്ഛൻ്റെ മരുന്നെടുത്തു തരാനും അച്ഛന് BP കൂടിയാ അതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാനും ഒക്കെ ഒരാളായി. ഞാനിവിടെ ഇല്ലാത്തപ്പോ അച്ഛന് മരുന്ന് മാറിപ്പോവാ എന്നൊരു പേടിയും എനിക്കിപ്പോ ഇല്ല. അതുകൊണ്ട് എനിക്ക് ധൈര്യമായിട്ട് പോവാം. മോളെ, നീ എന്തിനാ ഇങ്ങനെയൊക്കെ പറഞ്ഞ് എന്നെ വേദനിപ്പിക്കുന്നത്? അച്ഛൻ അതൊന്നും താങ്ങാൻ പറ്റില്ല. നാളെ ഞാനങ്ങ് മരിച്ചു പോയാ അച്ഛൻ എന്ത് ചെയ്യും? സഹിച്ചല്ലേ പറ്റൂ. നിനക്കെന്താ ഭ്രാന്ത് പിടിച്ചോ? അത് പിടിക്കാതിരിക്കാനാ ഞാൻ ഇങ്ങനൊരു തീരുമാനം എടുത്തത്. ഞാനില്ലെന്ന് കരുതി ഇവിടെ ഒന്നും സംഭവിക്കില്ല. ആരും ഉണ്ണാതെ ഉറങ്ങാതെ ഒന്നും ഇരിക്കാൻ പോകുന്നില്ല. ഞാനും അങ്ങനെ തന്നെയാ. പക്ഷേ ഞാൻ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങുക. നിങ്ങൾ തമ്മിലുള്ള പ്രശ്നമൊക്കെ തീർന്നില്ലേ? അങ്ങനെയാണല്ലോ ധനുഷും സ്നേഹ ഇപ്പനോട് പറഞ്ഞത്. അവർക്ക് എന്തറിയാം? ഞാൻ ആരെയും കുറ്റപ്പെടുത്തുന്നില്ല. പക്ഷേ എന്റെ തീരുമാനത്തിൽ മാറ്റമില്ല. ഒരു ചെറിയ വഴക്കിനെ ഇത്രയും വലുതായി കാണേണ്ട കാര്യമുണ്ടോ മോളെ? അവനെ ഉപേക്ഷിച്ചു പോകാൻ മാത്രം എന്താ നിങ്ങൾ തമ്മിൽ ഇത്രയ്ക്ക് വലിയ പ്രശ്നം? വിശ്വാസമാണ് അച്ഛാ മറ്റെന്തിനേക്കാളും പ്രധാനം. എല്ലാ ബന്ധത്തിലും അതങ്ങനെ തന്നെയാ. അതൊരു നൂൽപ്പാലം പോലെയാ. ഒരിക്കലത് പൊട്ടിപ്പോയാ പിന്നെ പഴയതുപോലെ തിരിച്ചു കിട്ടാൻ ബുദ്ധിമുട്ടാണ്. സച്ചേട്ടനോടുള്ള എന്റെ വിശ്വാസം എനിക്ക് നഷ്ടപ്പെട്ടു. നമുക്ക് വിശ്വാസമില്ലാത്ത ഒരാളോടൊപ്പം ജീവിക്കാന്ന് പറഞ്ഞാ അത് മരണത്തിന് തുല്യ. ഒരാൾക്ക് മാത്രമല്ല, രണ്ടുപേർക്കും. അങ്ങനെയൊക്കെ ആളുകൾ ഈ ഭൂമിയിൽ ജീവിക്കുന്നുണ്ടാവും. പക്ഷേ എന്നെ കൊണ്ടത് പറ്റില്ല അച്ഛാ. അച്ഛൻ വിഷമിക്കണ്ട. ഞാനിവിടുന്ന് പോകുന്നു എന്ന് കരുതി ഞാൻ ഏറ്റെടുത്ത ഒന്നും വഴിയിൽ ഉപേക്ഷിക്കാൻ പോകുന്നില്ല.
അച്ഛനും കുടുംബത്തിനും നഷ്ടപ്പെട്ടതെല്ലാം ഞാൻ തിരിച്ചു പിടിച്ചു തരും. അതെന്റെ ഉത്തരവാദിത്വം. പക്ഷേ എന്റെ ജീവിതം അതെന്റേത് മാത്രം. സച്ചിയോട് നീ ഈ കാര്യം സംസാരിച്ചോ? എന്ത് കാര്യവും ഈ വീട്ടിൽ ഞാൻ ആദ്യം ആലോചിക്കുന്നതും പറയുന്നതും അച്ഛനോടാ. അച്ഛൻ എന്തിനാ വിഷമിക്കുന്നത്? കുറച്ചു കഴിയുമ്പോൾ എല്ലാം സാധാരണ നിലയിലാവും. ഇങ്ങനൊരു തീരുമാനം എടുക്കേണ്ടി വന്നതിൽ അച്ഛൻ എന്നോട് ക്ഷമിക്കണം. ഞാനില്ലാന്ന് കരുതി സമയത്തിന് മരുന്നൊന്നും കഴിക്കാതിരിക്കല്ലേ. സന്ധ്യച്ചി എല്ലാം തെറ്റാതെ എടുത്ത് കൊടുത്തേക്കണേ. എന്നെ തിരിച്ചു വിളിക്കരുത്.